ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന വിഷയം നമ്മളുടെ സ്ഥാപനത്തിലും ഓഫീസിലും വീട്ടിലും ഒക്കെ കാണുന്ന ലീഡർഷിപ്പിൻ്റെ 3 ലെവലുകളാണ്. ലീഡർഷിപ്പിൻ്റെ 3 ഘട്ടങ്ങളാണ്. അതായത് നമ്മൾ ഒരു ബിസിനസ്സിലാണേലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മളിൽ പല ആൾക്കാർക്കും നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫിയർ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്കിതെല്ലാം എല്ലാ ഏരിയയെക്കുറിച്ചും ചിലപ്പോൾ വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് അക്കൗണ്ട്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ വളരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ഇനിഷ്യലി എല്ലാ ആൾക്കാരും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിലൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നുമില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലാണ് ഒരു ഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവരെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അവരില്ലാതെ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷത്തിനെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലെവലാണ് ആ ഒരു ഡിപ്പെൻഡൻസി ലെവൽ. ഇത് ബിസിനസ്സിലും നമുക്ക് കാണാം, ബിസിനസ്സിലും നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാൻ മേലാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വരുന്ന എംപ്ലോയി വരുന്നു, നമ്മുടെ ടീം നമ്മളോടൊപ്പം വരുന്ന ആൾക്കാരെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ലെവലിനെ ആണ് ഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറയുന്നത്. എംപ്ലോയീസിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ മാനേജർ ലെവലിലൊക്കെ ആണെങ്കിലും വരുന്ന ഒരു ലെവലാണ്. ഈ ലെവലിൽ ഡിപ്പെൻഡൻസി ലെവലിൽ കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അടുത്ത പയ്യെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചു, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, പഠിച്ചു തുടങ്ങി. നമ്മൾ പയ്യെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കാര്യങ്ങൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ജീവിതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യെ ആ ഒരു സ്കൂൾ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പയ്യെ കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു പ്രായം. നമ്മൾ കോളേജിലൊക്കെ പോയി കുറേ ഫ്രണ്ട്സൊക്കെ ആയി, നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ കയറിപ്പോയി യാത്ര ചെയ്ത് പോയിട്ട് വരാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ, നമ്മുടെ പുതിയ കുറേ ഫ്രണ്ട്സ് വരുന്നു. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഇനിയിപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ളൊരു അറിവും ഇതൊക്കെ ആയി. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ പേരൻസിനൊക്കെ കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം നമുക്ക് മൊബൈൽ ഉപയോഗിക്കും. അതിനകത്ത് ഇൻഫർമേഷൻ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കാം ചിലപ്പം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ഒരു ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരവസ്ഥ. ഞാൻ വേറെ ആരുടെ ആവശ്യമില്ല, എന്തിനാണ് മറ്റുള്ളവർ, ഇപ്പോൾ പാർട്ട്ണറാണെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യം, എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഫുള്ളി കോൺഫിഡൻ്റ് ആകുന്ന ഒരു ലെവലാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അപകടം പിടിച്ചൊരു ലെവലാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ ലെവലിൽ നമ്മൾ വളരെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും എന്തിനും. പിന്നെ എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്, എന്തിനാണ് മറ്റൊരെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ വേറൊരാളുടെയും ഗൈഡൻസോ വേറൊരാളുടെ അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു വാല്യൂവും നമ്മൾ കൊടുക്കാത്ത ഒരു ലെവലാണ്. കാരണം എന്നെ കൊണ്ടാവും, ഞാൻ ചെയ്തല്ലേ, പിന്നെ നമ്മളോടാണ് കളി എന്നൊക്കെ പറയുന്ന ഒരു ലെവൽ. എന്നെ അറിയാൻ മേലാഞ്ഞിട്ടാണ് പല സമയത്തും ആ സമയത്ത് നമ്മൾ പറയുന്ന ഡയലോഗുകളൊക്കെ തന്നെ എന്നെ അറിയാൻ മേലാഞ്ഞിട്ടാണ്, എൻ്റെ ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടാണ്, നമ്മളോട് കളിക്കുന്നത് സൂക്ഷിച്ചോണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെവലാണ്. നമ്മൾ ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് കടന്നു പോകുന്ന ഫേസാണ് സെക്കൻഡ് ഫേസ്. ഈ ഫേസിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഡ്രൈവിങ്ങുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു എൽ ബോർഡ് വെച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയും ഒരുപക്ഷെ നിങ്ങൾ ആക്സിഡൻ്റ് ആയിട്ട് റോഡിൽ കണ്ടിട്ടുണ്ടാവില്ല. എത്ര പേര് കണ്ടിട്ടുണ്ടോ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എൽ ബോർഡ് വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നത് ചിലപ്പം നമ്മൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിന് കാരണം അവർക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം. അവർ അത്ര ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ലെവലായിട്ടില്ല. അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളായിട്ട് അവർ എല്ലാം ചെയ്യുള്ളൂ. അവർ ടോട്ടലി ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ലെവലിലേ അവർ നിൽക്കുന്നുള്ളൂ. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് ലെവലിലാണ്. അത് പഠിപ്പിച്ച ആശാനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിച്ച് ദിവസവും സ്റ്റിയറിംഗ് തൊഴുത്, വളരെ വീട്ടിലും നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. ഈ സമയത്തൊന്നും സാധാരണ രീതിയിൽ ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല. കാരണം അവർ ഡിപ്പെൻഡൻറ്റ് ലെവലിലായിരിക്കും സമയത്ത്. ഇൻഡിപെൻഡൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടി. ആ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയി. നമ്മൾ പിന്നെ 100 ഓടിച്ച് നോക്കുക, 110 വണ്ടിയുടെ മാക്സിമം സ്പീഡ് എത്രയാണെന്ന് നോക്കുക.
ഈ ഒരു ലെവലാണ്. അത് ഞാൻ വണ്ടിയെക്കുറിച്ച് എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇത് തന്നെയാണ് മറ്റേ നമ്മൾ ബിസിനസ്സിലൊക്കെ സംഭവിക്കുന്നത്. ബിസിനസ്സിൽ നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു, നമ്മൾ സംസാരിച്ച് ബിസിനസ് വരുന്നു, കസ്റ്റമർ വിളിക്കുന്നു, വീണ്ടും ഓർഡർ ചെയ്യുന്നു. ഇതൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ മാസം ഒരു ഗോൾ സെറ്റ് ചെയ്തു, ഈ ലെവൽ ഞാൻ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, നമ്മൾ അച്ചീവ് ചെയ്തു. അടുത്ത മാസം നെക്സ്റ്റ് മന്ത് നമ്മൾ അതിനേക്കാൾ ഹയർ ടാർഗറ്റ് നമ്മൾ ചെയ്തു, ഉടനെ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്തു, അത് അച്ചീവ് ചെയ്തു. തേർഡ് മന്ത് നമ്മൾ പ്ലാൻ ചെയ്തു, അതും അച്ചീവ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേനും ഇപ്പം നമുക്കുണ്ടാകുന്ന ഒരു ലെവലാണ്. നമ്മുടെ മാനേജറൊക്കെ എന്തിനു കൊള്ളാം, അല്ലെ നമ്മൾ എവിടെ പോയാലും നമ്മൾ വലിയ പെർഫോമറാണ്, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവരുടെ ഒന്നും ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നാവുന്ന ഒരു ലെവലാണ് ഈ സെക്കൻഡ് ലെവൽ. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ലെവലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കാൻ പോകുന്ന സാധ്യതയുള്ള ലെവലാണ്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് റിയൽ ഗ്രോത്ത് വരുന്നത്. അതായത് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻ്റർഡിപ്പെൻഡൻസി എന്ന് പറയും. ഇൻ്റർഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മച്ചുവേർഡ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻ്റർഡിപ്പെൻഡൻസി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്ത് കോംപ്ലിമെൻ്റ് ചെയ്ത് എംപവർ ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു ഫേസിനെയാണ് ഇൻ്റർഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറഞ്ഞത്. അത് ലീഡർഷിപ്പിലെ വളരെ മച്യൂർ ആയിട്ടുള്ളൊരു ലെവൽ എന്നാണ് അതിനെ പറയുന്നത്. ഇൻ്റർഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കഴിവുകളും പരിമിതികളും മനസ്സിലാക്കി ഒരാളുടെ കഴിവും ഒരാളുടെ കഴിവും കഴിവ് കുറവും അയാൾ തിരിച്ചറിഞ്ഞ് മറ്റേ ആളുടെ സ്ട്രെങ്തും കൂടെ കമ്പൈൻ ചെയ്ത്, ഇതാണ് ഇന്ന് ബിസിനസ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ആ ഒരു കോമ്പറ്റീഷൻ വേൾഡ് മാറിയിട്ട് ഇന്ന് കൊളാബറേഷനിലേക്ക് വലിയ വലിയ കമ്പനികൾ പോലും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ അഡ്വർടൈസ്മെൻറ്റും അവരുടെ സ്റ്റാഫ് ചിലപ്പം കോമ്പറ്റ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ മാനേജ്മെൻറ്റ് ലെവലിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും. അവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് പല കമ്പനികളും. കാരണം അവർ കോമ്പറ്റ് ചെയ്ത് നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് കോമ്പറ്റ് ചെയ്ത് വില കോംപ്രമൈസ് ചെയ്ത് വില കുറച്ച് വിറ്റൊക്കെ അവർ വളരെ കുറഞ്ഞ മാർജിനിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും പകരം അവർ കൊളാബറേറ്റ് ചെയ്ത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, അവർ വീക്കായിട്ടുള്ള ഏരിയ മനസ്സിലാക്കി അവർ ഗ്രോ ചെയ്യുന്ന ഒരു ലെവലിനെയാണ് ഈ പറയുന്ന ഇൻ്റർഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറയുന്നത്. ഇൻ്റർഡിപ്പെൻഡൻസി ലെവലിൽ നമ്മൾ ജീവിതത്തിലാണെങ്കിലും ഇൻ്റർഡിപ്പെൻഡൻസി ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ മച്യൂർഡ് ആയിട്ടുള്ളൊരു ലെവലാണ്. ബിസിനസ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ലീഡർഷിപ്പിലെ ഏറ്റവും ഒരു മച്യൂർഡ് ലെവലിലേക്ക് എത്തുക എന്ന് പറയും. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വലിയ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും. കാരണം ഇന്ന് പണ്ടത്തെ പോലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു കോമ്പറ്റീഷൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും തന്നെ കോംപ്ലിമെൻ്റ് ചെയ്തും കൊളാബറേറ്റ് ചെയ്തും എങ്ങനെ ഒന്നിച്ച് നിന്ന് ഗ്രോ ചെയ്യാം, യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഏരിയയിൽ യോജിക്കാവുന്ന ഏരിയയിൽ അല്ലെങ്കിൽ യോജിച്ച് നിന്ന് ഗ്രോ ചെയ്യുന്നതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ കാലം. കാരണം വളരെ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ വളരെ കൂടി. അപ്പോൾ ഒന്നിച്ച് നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പരസ്പരം ഡിസ്കസ് ചെയ്ത് യോജിക്കാവുന്ന ഏരിയയിൽ യോജിച്ച് ഒന്നിച്ച് നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ഫേസാണ് ഈ തേർഡ് ഫേസ്. ആ തേർഡ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതാണ് ഇൻ്റർഡിപ്പെൻഡൻസി ലെവൽ. ആ ഇൻ്റർഡിപ്പെൻഡൻസി ലെവലിലേക്ക് ലീഡർഷിപ്പിൽ ഉള്ള ഈ മൂന്നാമത്തെ ലെവലിലേക്ക് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഹയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ ലെവലിലെത്തിയാൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരു സർട്ടൺ ടൈമിൽ ചില സമയങ്ങളിൽ ചിലപ്പം ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. അതുപോലെ തന്നെ പതനങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഫേസിലാണ്. അത് ആ സെക്കൻഡ് ഫേസിൽ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ കണ്ട് മച്യൂർ ആയതിനു ശേഷമാണ് തേർഡ് ഫേസിലേക്ക് മിക്കവാറും ആൾക്കാർ എത്തുന്നത്. ആ തേർഡ് ഫേസിലെത്തിയതിന് ശേഷമാണ് റിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. കാരണം അന്നേരം നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ കണ്ട് നമുക്ക് എക്സ്പീരിയൻസും ഒക്കെ ആയി നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പുകളാണ് ശരിക്കുള്ള റിയൽ ഗ്രോത്ത് കൊണ്ടുതരുന്നത്. ആ തേർഡ് സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. പല ആൾക്കാർ സെക്കൻഡ് ഫേസോടുകൂടി ഒന്നെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. കാരണം സെക്കൻഡ് ഫേസിൽ അവർ ആദ്യം ചെയ്യുന്നു പേടിച്ച് ഫസ്റ്റ് സ്റ്റേജിൽ വളരെ പേടിച്ചായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ. ആദ്യത്തെ സ്റ്റേജ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്നിരുന്നൊരു സ്റ്റേജിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഭയങ്കര ഓവർ കോൺഫിഡൻസായി അത് പിന്നെ ക്രാഷ് ചെയ്യും. കാരണം ഓവർ കോൺഫിഡൻസ് വന്ന് പലപ്പോഴും ധാരാളം മിസ്റ്റേക്കുകൾ ചെയ്യും. ആരുടെയും ലിസൺ ചെയ്യല്ല, ആരുടെ അഡ്വൈസ് എടുക്കത്തില്ല. അതിനു മുമ്പ് അതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒന്നും പറഞ്ഞു ഇവരൊക്കെ ഇത്രയും കാലമായിട്ട് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്,
എന്നൊക്കെ ഒരു ലെവലാണ്. എൻ്റെ കഴിവ് അവർക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഇവരൊക്കെ എന്താ ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലാണ്. ആ ഒരു ലെവലിൽ ആണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നത്. ആ സ്റ്റേജിൽ ചില ആൾക്കാർ ആ അപകടത്തിൽ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ പെട്ടുപോകും. പിന്നെ അവിടുന്ന് പൊങ്ങുകയില്ല. അതോടുകൂടി മിക്കവാറും അവർ അവസാനിപ്പിക്കും. ഓവർ കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ പിന്നെ ടോട്ടലി ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ്, ഞാൻ ചെയ്ത പോലെ ആരാ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു ലെവലാണ്. ആ ലെവലിൽ എത്തിയതിന് ശേഷം വീണ്ടും മച്യൂർഡായിട്ട്, വളരെ മച്യൂർഡായിട്ട് ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസിയിലേക്ക് കയറി വരുന്ന ആൾക്കാർ ആണ് വളരെ മച്യൂർഡായിട്ടുള്ള പാർട്ട്ണർഷിപ്പുകൾ, മച്യൂർഡായിട്ടുള്ള അവരുടെ വേവ് ലെങ്ത്തിന് മാച്ച് ചെയ്യുന്നവരും അവരുടെ വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് ചെയ്യുന്നവരുമായിട്ട് പാർട്ട്ണർ ചെയ്ത് ഒന്നിച്ച് നിന്ന് ഗ്രോ ചെയ്യുന്ന ലെവലിലേക്ക് വരും. ആ ലെവലിലെത്തിയതിന് ശേഷമാണ് റിയൽ ഗ്രോത്ത് ഉണ്ടാകുക. ഈ ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തേർഡ് സ്റ്റേജിലേക്ക്. ഓക്കെ, താങ്ക് യു.